സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാതിരാവായില്ല എന്ന പാട്ടിൻ്റെ ചരണം. പല്ലവി അനുപല്ലവി കഴിഞ്ഞ്. അപ്പോൾ തിയറി കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഫോൺ ചെയ്തിട്ടും ഒക്കെ. അപ്പോൾ അത് വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ തിയറി ഇല്ലെങ്കിൽ പ്രാക്ടിക്കൽ. തിയറി പറയാൻ തുടങ്ങിയാൽ ഞാനിങ്ങനെ കാട് കയറി പോകും. കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കും തിയറി. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ പാട്ട് പോരെ, നല്ല നീറ്റായിട്ട് നമുക്ക് അതിങ്ങനെ പഠിച്ച് പോവാം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പോവാം. എന്നാ തുടങ്ങാം. താരക കണ്ണെഴുതി താരക കണ്ണെഴുതി സ്വരം മദധനി ദപ്പ പപ്പമ മദധനി ദപ്പ പപ്പമ താരക മദധനി. ഇത് തന്നെ മദധനി ദശനി എന്ന് പറയും. ദശനി മദധനി താരക താരക കണ്ണെഴുതി ദപ്പ പദ്മമ ദപ്പ പദ്മമ ദപ്പ പപ്പ ദപമ ഫേനോഫി മദധനി ദപ്പ പപ്പമ താരക കണ്ണെഴുതി. മനസ്സിലായില്ലേ? വിണ്ണിലെ തൂവെള്ള, അവിടെ സ്വരം മാറും. മദധനി ദപ്പ പപ്പ വിണ്ണിലെ തൂവെള്ള. ഒന്നുകൂടി നന്നാക്കാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്യാം. താരക കണ്ണെഴുതി മദധനി ദപ്പ പപ്പമ. മനസ്സിലാവുന്നുണ്ടോ? മദധനി ദപ്പ പപ്പമ താരക കണ്ണെഴുതി മദധനി ദപ്പ പപ്പമ. അവിടെ ദപ്പ ദപമ ദപമ എന്ന് പറയാം. ചൂടാണ്. മദധനി അവിടെ മദധനി ദശനി ടച്ച് ചെയ്യാം. മദധനി ദപ്പ പദ്മമ താരക മദധനി മദധനി ദപ്പ പപ്പമ താരക കണ്ണെഴുതി ദപ്പ പദ്മമ ദപ്പ പദ്മമ ദപ്പ പപ്പ ദപമ ദപമ ദപമ. താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള മദധനി ദപ്പ പപ്പ വിണ്ണിലെ തൂവെള്ള. അവിടെ മാത്രം ദപ്പ പപ്പ തൂവെള്ള. അടുത്തത് താമരപ്പൂവൊന്ന് ചൂടി ഗാമ പഗാരി സനി സഗാഗ ഗാമപ ഗാരി സനിസ ഗാഗ ഗാമപ ഗാരി സനിസ ഗാഗ. പൂവൊന്ന് ചൂടി ഗാമപ ഗാരി സനിസ ഗാഗ താമരപ്പൂവൊന്ന് ചൂടി ഗാമപ. അത് ഗാമനിപ ഗാമനിപ മനിപ ഗാമനിപ മഗാരി സനിസ മഗാഗ മഗാരി സനിസ മഗാഗ മഗാരി സനിസ മഗാഗ താമര ഗാമനിപ ഗാമനിപ താമര ഗാമനിപ മഗാരി സനിസ മഗാഗ ഗാരി സനിസ ഗാഗ മഗാരി സനിസ മഗാഗ. അങ്ങനെ പാടാം. താമരപ്പൂവൊന്ന് ചൂടി. അടുത്തത് പാനിമ പനേ സാസ പ വെള്ള
വെൺമുകിൽ തൂവാല പാനി മാപ്പ നീസ സപ്പ. വെൺമുകിൽ തൂവാല പാനിമാപ്പ പാനിമാപ്പ. ഇങ്ങനെ വരും വെൺമുകിലിന്. വെൺമുകിൽ പാനിമാപ്പ വെൺമുകിൽ. മനസ്സിലായോ? പാനിമാപ്പ വെൺമുകിൽ. അടുത്തത് തൂവാല. അവിടെ ആദ്യത്തെ പാനിമാപ്പയ്ക്ക് ആ നീ ചെറുത്, തൂവാല എന്ന് പറയുന്ന നീസാസാന, അത് വലിയ നീ. അപ്പൊ ആദ്യത്തെ നീ പാനിമാപ്പ ആ നീ ചെറുത്, തൂവാല നീസാസപ്പ ആ നീ വലുത്. വെൺമുകിൽ തൂവാല പാനിമാപ്പ നീസാസപ്പ വെൺമുകിൽ പാനിമാപ്പ വെൺമുകിൽ പാനിമാപ്പ. ചെറിയ നീ. തൂവാല നീസാസപ്പ തൂവാല. അടുത്തത് തുന്നിയെ തുന്നിയെ പാനിമാപ്പ. മനസ്സിലായോ? നീസാസ പാനിമാപ്പ നീസാസ തുന്നിയിരിക്കുന്നു. ഓക്കെ. ഓക്കെ. കണ്ണിൽ കവിതയുമായി. മനസ്സിലായോ? പസസ പസസ പസസ. കണ്ണിൽ കവിതയുമായി. മനസ്സിലാവുന്നുണ്ടോ? പസസ പസസാസ. പസസാസ കണ്ണിൽ പസസാസ കവിതയു കവിതയു നിപമപ്പ നിപമപ്പ. കവിതയു നിപമപ്പ. മായി ഗാരി ഗാരിരി 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 രീസനി. മായി. ഓക്കെ. പസസാസ നിപമപ്പ നീനി പാപമാനിപ നീനി പാപമാനിപ. നീനി പാപ്പ മാനിപ്പ അങ്ങനെ പറയണം ശരിക്കും. നീനി പാപ്പ മാനിപ്പ. പസസാര നിപമപ്പ നീനി പാപമാനിപ നീനി പാപമാനിപ നീനി പാപമാനിപ നീനി പാപമാനിപ. മനസ്സിലായോ? മായി ഗാരിരി രീസനി. ഓക്കെ. ഒന്നുകൂടി ഒരൊറ്റ പ്രാവശ്യം കൂടി. കണ്ണിൽ കവിതയു പസസാര. അവിടെ രീസ ചേർത്ത. പസസാര പസസാര നിപമപ്പ. അവിടെ നീനി പാപമാനിപ നീനി പാപമാനിപ നീനി പാപമാനിപ. കവിതയു മായി. അവിടെ മക ചേർത്ത. റീസനിക്ക് സരീസനി സരീസനി പറയാം. സരീസനി സരീസനി. ഓക്കെ. ഒറ്റ പ്രാവശ്യം പോരെ നീ. കണ്ണിൽ കവിതയുമായി. കണ്ണിൽ നിസ സരിഗമ നിസ സരിഗമ നിസ സരിഗമ ആ നീ വലുത്. കണ്ണിൽ കണ്ണിൽ കവിതയു കവിതയു കണ്ണിൽ
കണ്ണിൽ നിസ സഗരി മഗാപമ നിസ സാഗരി മകാപ്പമ, സാഗരി മകാപ്പമ എന്ന് പറയാം. കണ്ണിൽ നിസ സാഗരി മകാപ്പമ, നിസ സാഗരി മകാപ്പമ, കണ്ണിൽ നിസ സരിഗമ കണ്ണിൽ നിസ സരിഗമ കണ്ണിൽ നിസ സാഗരി മകാപ്പമ, നിസ സാഗരി മകാപ്പമ, നിസ സാഗരി മകാപ്പമ, കണ്ണിൽ കവിതയു ഗഗസരി ഗഗസരി വലിയ ഗ, ഗഗസരി കവിതയു മനസ്സിലായോ? ഗഗരി സാഗരി, ഗഗരി സാഗരി, ഇരിസാഗരി എന്ന് പറയാം. ഗഗരി സാഗരി, ഗഗരി സാഗരി. കണ്ണിൽ കവിതയു നിസ സാഗരി മകാപ്പമ, ഗഗരി സാഗരി. മനസ്സിലായോ? മായി നിസ എന്ന് പറയുന്നത് നീ വലിയ നീ. മായി മായി സനി സ നീ മ പ നീ പ മ പ നീ പ മ പ. സ്വരങ്ങൾ അങ്ങനെ ഊന്നി ഞാൻ പറഞ്ഞു തരുമ്പോൾ അതിന്റെ ഭംഗി പോകും. പക്ഷെ നിങ്ങൾക്ക് സ്വരങ്ങൾ അങ്ങനെ പറഞ്ഞു തരുകയും വേണ്ടി വരും. അതാണ് കുറച്ചൊക്കെ ഞാൻ അങ്ങനെ ശക്തി പറഞ്ഞിരുന്നത്. ഭംഗി വളരെ ഭംഗിയിൽ പാടാൻ കഴിയൂല. നിങ്ങൾക്ക് പറഞ്ഞു തന്നെ മനസ്സിലാവണ്ടേ. ഭംഗിയിൽ അങ്ങോട്ട് പോയി ഒറ്റ പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോയിട്ട് കാര്യമില്ല. അത് പറഞ്ഞ് അതൊന്നും കൂടി പ്രസ് ചെയ്തൊക്കെ പാടണ്ടേ. ഓക്കെ, അപ്പോൾ കണ്ണിൽ കവിതയുമായി നിസ നീ മ പ മായി വീണ്ടും ബാധിരാവായില്ല. മനസ്സിലായില്ലേ? ഇത്രയും നന്നായി പാടി. ഒച്ചയൊക്കെ കുറച്ചൊക്കെ അടഞ്ഞിക്കിന്. പക്ഷെ ഇന്ന് ഒരുപാട് ഞാൻ അധ്വാനിച്ചിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുക, നമ്മൾക്കൊരു ലക്ഷ്യങ്ങളുണ്ടല്ലോ. ആ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നതിൽ ഒന്നാണിത്. മനസ്സിലായില്ലേ? ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് അപ്പം ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് കഴിയും. എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ഓടി കഴിഞ്ഞിട്ടാണ് എക്സസൈസ് കഴിയുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച മറ്റേ പണിയിലേക്ക് സമയം വരും. കംപ്ലീറ്റ് പറമ്പൊക്കെ കൊത്തി ഇത്ര അതിർത്തിയിൽ കൊത്തുള്ളൂ. അതൊക്കെ കൊത്തി കഴിഞ്ഞ് ക്ലിയർ ആക്കി കഴിഞ്ഞ് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പാട്ടിനിരിക്കും പ്രാക്ടീസ് ചെയ്യാൻ. കുറച്ച് ശാസ്ത്രീയം പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ള പാട്ട് ക്ലാസ്സിൽ ഓരോരുത്തർ വരും. അത് പ്രാക്ടീസ് ചെയ്യണം. ചാനലിലേക്കുള്ള പാട്ട് പ്രാക്ടീസ് ചെയ്യണം. മറ്റുള്ള ഫിലിം സോങ് വീണ്ടും ചാനലിലേക്ക് ഇടാനുള്ളത് പ്രാക്ടീസ് ചെയ്യണം. അതിനൊക്കെ ഞാൻ ഓരോന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പൊ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊരു മനസ്സിൽ നമുക്കൊരു അഫർമേഷൻ കൊടുക്കണം. പോസിറ്റീവ് ഒരു അഫർമേഷൻ കൊടുക്കണം. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുക. ഡിവൈഡ് ചെയ്തിട്ട് ശേഷം അതുപോലെ പ്രവർത്തിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ഇങ്ങനെ ഉറങ്ങി കിടന്നിട്ട് ഒരു ഭാഗത്ത് ഉറങ്ങി കിടന്നിട്ട് അത് നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാൻ തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തനും വിജയിക്കില്ല. ഒരാളും വിജയിക്കില്ല. ഞാൻ വിജയിക്കും. കാരണം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നുണ്ട്. കഴിയോ നിങ്ങൾക്ക്? ചെയ്തോളി. അതിനിടയ്ക്ക് മറ്റുള്ളവർക്ക് വിഷമങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ ഇതാണ്. അപ്പൊ അവരൊന്ന് പുറത്തൊക്കെ ഒന്ന് തട്ടിയിട്ട് നല്ലത് വരും. ഇപ്പൊ വിഷമിക്കുമ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാവും നമ്മളൊക്കെ. ഇത് വേറൊരു സമയത്ത് ഭാവിയിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വിധിച്ചിട്ടിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചെറിയ വിഷമങ്ങൾ, ഈ ലോകത്ത് ആർക്കും വിഷമങ്ങളില്ലാത്തതില്ല. അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇന്നിപ്പോ ഞാൻ വളരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പാട്ട് ഞാൻ ഇന്ന് ശരിക്കും കൃത്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും എനിക്കറിയാം, ഞാൻ വളരെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം നമ്മൾ വിചാരിച്ചാൽ നടക്കും. നടക്കാത്തതൊന്നുമില്ല. അങ്ങനെയുള്ളൊരു മൈൻഡ് ഉണ്ടാവണം. ശരി, എന്നാ അങ്ങനെ ചെയ്യാം. ഓക്കെ.